കരയണ്ടമ്മ. ഈ ജനങ്ങൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ എല്ലാവരും ഒരു സന്മനസ് കാണിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ തച്ചക്കോട് വാർഡിലെ പഞ്ചായത്തിലെ തച്ചക്കോട് വാർഡിലെ പറങ്കാവുള്ള വീട്ടിൽ ഗോപി, ഞങ്ങളെല്ലാവരും ഗോപിയാശൻ എന്ന് വിളിക്കുന്നതാണ്. ഈ ദമ്പതികൾക്ക് കുട്ടികളില്ല. അദ്ദേഹം നല്ലൊരു പാചകക്കാരനായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു സ്ട്രോക്ക് വന്ന് അതിനോടനുബന്ധിച്ച് പല രോഗങ്ങളുമായി വളരെ ഒരു ദയനീയമായ ഒരു അവസ്ഥയിലാണ്. നമ്മൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒക്കെ കുറേ സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചു. എങ്കിലും അതുകൊണ്ടൊന്നും ഇവിടെ ചികിത്സയ്ക്ക് മതിയാകുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലും മറ്റ് സഹായത്തിന് പോലും ഒരാളില്ലാത്തൊരു സാഹചര്യം. മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ബന്ധുക്കളുണ്ട്. അവരൊക്കെ വന്നിട്ടാണ് ഇതൊക്കെ സഹായിക്കുന്നത്. അന്നേരം നമ്മൾ ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പഴയ ബ്ലോക്ക് മെമ്പറാണ്. നമ്മളെ ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കാൻ എല്ലാവരും ഒരു സന്മനസ് കാണിക്കണം. കാരണം അത്രയ്ക്ക് ദയനീയമായൊരവസ്ഥയാണ് ഈ കുടുംബത്തിന് ഇപ്പോൾ ഉള്ളത്. നമുക്ക് സഹായിക്കാൻ മറ്റ് ആരുമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും പറ്റുന്ന സഹായം നിങ്ങൾ ഒന്ന് ചെയ്യണം. ഇവരുടെ ബന്ധുക്കളാണ് തൊട്ടടുത്തുള്ളത്, ബന്ധുക്കളൊക്കെ തന്നെയാണ്. പക്ഷെ അതും പല വീടുകളിലും പല പല അസുഖങ്ങളായിട്ട് ഉള്ള വീടുകളാണ്. ഇവരെല്ലാവരുടെ ഒക്കെ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടുംബത്തെ നമുക്ക് ഒന്ന് കരകയറ്റി എടുക്കാൻ കഴിയും. എല്ലാവരും സഹകരിക്കും. സുഹൃത്തുക്കളെ, അപ്പം നമ്മുടെ ഈ വർഷം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന 2 പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് പറയാം. ഇവിടെ ഗോപി കൊച്ചേട്ടന് കുറച്ച് നാളുകളായി സുഖമില്ലാതെ കിടപ്പിലാണ്. പുള്ളിക്കാരന് വേറൊരു സഹായങ്ങളും മറ്റൊരാളിൽ നിന്നും കിട്ടുന്നില്ല. ഗുളിക പോലും മേടിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പം ഇന്ന് തന്നെ ഗുളികയില്ല എന്ന് പറയുകയും ബുദ്ധിമുട്ടാണെന്ന് പറയുകയും ചെയ്യുകയുണ്ടായി ഗോപി കൊച്ചേട്ടൻ്റെ ഭാര്യ. അതുകൊണ്ട് ഇവർക്ക് വേണ്ടിയുള്ള സഹായം നമ്മൾ നാടെങ്ങുമുള്ള ആൾക്കാർ ഇത് കണ്ടുകൊണ്ട് ഈ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർ ഈ പറഞ്ഞ കിടപ്പ് രോഗിയും കൂടെയാണ്, വേറെ മക്കളില്ലാത്തവരും കൂടാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സഹായങ്ങൾ, എല്ലാവരുടെയും സഹായങ്ങൾ, ഈ വാർഡ് മാത്രമല്ല, നമ്മുടെ പൊതുവെയാണ് നമ്മൾ പറയുന്നത്, വാർഡ് കൊണ്ട് മാത്രമല്ല എല്ലാവരുടെയും സഹായം ഇവർക്ക് കിട്ടിയെങ്കിൽ മാത്രമേ ഈ പാവപ്പെട്ട ഗോപി കൊച്ചാട്ടനുള്ള ചികിത്സ സഹായത്തിനുള്ള ഫണ്ടുകൾ കളക്ട് ചെയ്ത്, ഇല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട് നമ്പർ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ട് നമ്പർ പ്രകാരം നിങ്ങൾക്ക് ആവശ്യപ്പെട്ടത് ഉള്ളതിനനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാവപ്പെട്ടവരെ നമ്മൾ കൈ പിടിച്ച് ഉയർത്തിക്കൊണ്ട് വരുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നതാണ്. അതിനുള്ള സഹായങ്ങൾ ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് തച്ചക്കോട് മുൻ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇവിടെ വന്ന് ഇവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. ആ അച്ഛനെ കട്ടിലിൽ കിടത്തിയിട്ട് ആ അച്ഛന് കട്ടിലിൽ നിന്ന് തറയിൽ വീണ് തലയിൽ പൊട്ടി, തയ്യലൊക്കെ ഉണ്ട്. പിന്നെ കട്ടിൽ ഒരിക്കൽ കിടത്താൻ പറ്റേ ചെയ്യാത്തില്ല. തലയിൽ ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ ആ ബ്ലോക്കിൻ്റെ ഗുളിക കഴിക്കുന്നതിന് ഒരുപാട് ചിലവാകും. ഒരു ദിവസത്തേക്ക് 2000-ഓളം രൂപയാണ് ചിലവിന് ആയിട്ട് ആവശ്യം. അപ്പോൾ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം വേണം. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം നിങ്ങൾ ഈ അക്കൗണ്ട് നമ്പറിലോട്ട് അയച്ചു കൊടുക്കുക. നന്ദി. പുള്ളിക്ക് ചെറിയൊരു ബ്ലോക്ക് പോലെ വന്ന് അങ്ങനെ അതിൽ നിന്ന് നമ്മൾ കിടപ്പിലായി ആയതാ. സ്റ്റോക്ക് വന്നതാണോ? സ്റ്റോക്ക് വന്നത് അത് പിന്നെ പുള്ളിക്ക് തീരെ വയ്യാതെ ആയി. പിന്നെ എങ്ങോട്ട് പിന്നെ ബ്ലഡ് കോട്ടായി, അങ്ങനെയുള്ള കാര്യങ്ങൾ വിഷയങ്ങളായി. തലച്ചോറ് ബ്ലഡ് കോട്ടായിട്ട് പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ എണ്ണിച്ച് വന്നപ്പോൾ മറിഞ്ഞടിച്ച് വീണപ്പോൾ ആ സമയത്ത് വീണ്ടും തല വന്നിടിച്ച് ഒരു 6-7 കുത്തിക്കെട്ടും കാര്യങ്ങളും. അങ്ങനെ പുള്ളിയെ കട്ടിലേക്ക് കടത്താൻ പറ്റത്തില്ല പറഞ്ഞാൽ, കാരണം അറിയാതെ ഉരുണ്ട് താഴെ വീണെങ്കിൽ ആരുമില്ല, ചേച്ചി മാത്രമേ ഉള്ളൂ, മക്കളുമാരും ആരുമില്ല. പിന്നെ സാമ്പത്തികമാണ് വിഷയം. ഇപ്പൊ നിലവിൽ ഈ ബന്ധുക്കളൊക്കെയാണോ ഇവരൊക്കെ തന്നെ സഹായിക്കുന്നത്? ഇവിടുന്ന് കൊണ്ടുവന്ന കാര്യം അറിയാലോ, കൊണ്ടുവന്ന വഴിയില്ല, വഴിയുടെ ബുദ്ധിമുട്ട്. അതെ അതെ. ഇപ്പൊ എവിടെ ഏത് ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്? കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയില്ല. ഓക്കെ. സാമ്പത്തികമായിട്ട് വളരെ മോശമാണ്. ഈ വൈഫിന് എന്തോ ജോലി വല്ലോ? ജോലിയൊന്നുമില്ല. ചെയ്ത് വീട്ടുജോലിയൊക്കെ ചെയ്താ ജീവിക്കുന്നു. 4-5 പ്രാവശ്യം കൊണ്ടുപോയി എല്ലാം പിടിച്ച് 2 പേരും കൂടെ പിടിച്ചാണ് കൊണ്ടുപോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചാടി എഴുന്നേറ്റിട്ട് അങ്ങ് വീഴും. ആഹാരത്തിന് തന്നെ ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ശരീരത്തിന് ബലക്കുറവും ഉണ്ട്.
നമ്മൾ ചാടി അങ്ങ് എഴുന്നേക്കും, ചിലപ്പോൾ അതുപോലെ അങ്ങ് വീഴും. നടക്കത്തില്ല. ഒരാൾക്കുടെ സഹായം വേണം. അമ്മ കട്ടിലയിൽ എന്താ കിടത്താത്ത? കട്ടിലേന്ന് വീണു, 2 വട്ടം വീണു. 2 വട്ടം വീണു. അപ്പൊ നമ്മുടെ ജീവിത സാഹചര്യം വളരെ മോശമാണ്, അല്ലയോ? അപ്പൊ ആഹാരത്തിന് പോലും ഒരു ഗതി ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ നീങ്ങുക. ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞത് തന്നെ നമുക്ക് വളരെ സന്തോഷമായി. കാരണം കുറച്ചു പേര് അറിയുമ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട സഹായം ചെയ്തു തരും. നോക്കിയപ്പോ ഈ അമ്മ ഓരോ വീടുകളിലും കടകളിലും കയറി സഹായിക്കണം എന്ന് പറയുന്ന അത് കണ്ടോണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും വരുന്നത്. നമ്മളവിടെ മറ്റു കാര്യങ്ങളൊന്നും നോക്കിയില്ല. അപ്പോൾ തന്നെ നമ്മൾ ഇവരുടെ അടുത്ത് എത്തുകയാണ് ചെയ്തത്. കാരണം ഇവർക്ക് വേണ്ട സഹായം നമ്മുടെ നാട് എങ്ങുമുള്ള ആൾക്കാർ ഇത് കാണുവാണെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള സഹായം ചെയ്തു കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടപ്പ് രോഗിയാണ്, കിടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്, കട്ടിൽ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്, ആഹാര സാധനത്തിനുള്ള വക ഇല്ലാത്തവരാണ്. അവരെ നമ്മൾ അകമൊഴിഞ്ഞ് നമ്മൾ സഹായിക്കുക എന്നുള്ളത് മാത്രം പറയുന്നുണ്ട്. അമ്മയ്ക്ക് എല്ലാവിധ സഹായങ്ങളും നമ്മളിൽ നിന്നും എല്ലാവരിൽ നിന്നും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വേണ്ട, നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. കരയണ്ട അമ്മ. ഈ ജനങ്ങളിത് കാണുമ്പോൾ എല്ലാവർക്കും ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങളെ വന്ന് സഹായിക്കുമെന്ന് കേട്ടോ. സഹായിക്കുമമ്മ. അമ്മ സമാധാനമായിട്ടിരിക്കും. എന്തുണ്ടെങ്കിലും നമ്മൾ ഈ നാട്ടിലുള്ള കാര്യങ്ങൾ പരിഹരിച്ച് പോകുന്ന ആൾക്കാരാണെന്ന് നമ്മളെല്ലാം അത് പരിഹാരം ഉണ്ടാവും. കരയണ്ട അമ്മ. ഈ അമ്മയ്ക്ക് ഈ ഒരു സഹായം നമ്മളിപ്പോൾ കൊടുക്കുന്നത് ഇപ്പോഴാണ് നമ്മൾ ഈ അമ്മയുടെ അവസ്ഥ എല്ലാം മുഴുവൻ കണ്ടതും അമ്മ പറയുമ്പോഴാണ് അറിഞ്ഞതും. ഈ ഗുളികയ്ക്ക് പൈസ ഇന്നില്ലെന്ന് പറയുമ്പോൾ നമ്മൾ വന്ന് 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകുന്നതല്ല അതിൻ്റെ ശരി. നമ്മൾ വാക്കാല പറയുന്നത് അതിനൊക്കെ നല്ലത് വാക്കാല തന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. മനസ്സറിഞ്ഞ് ഇതേപോലൊക്കെ സഹായം എല്ലാവരും കിട്ടിയെങ്കിൽ മാത്രമേ ഇവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ തച്ചക്കോടിൻ്റെ വാർഡിൻ്റെ നിലയിൽ ഇനിയൊരു സ്ഥാനാർത്ഥി എന്ന നിലയിലും ഞാൻ ഈ അമ്മയ്ക്ക് വേണ്ടി ഒരു സഹായം ഇവിടെ വെച്ച് കൊടുക്കുകയാണ്. എല്ലാവരും പറയുന്നു, എല്ലാവരും സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് ഈ അമ്മയ്ക്ക് ഗുളിക മേടിക്കുവാൻ ഈ അമ്മയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പോവുകയാണ്. നിങ്ങളുടെയൊക്കെ അനുഗ്രഹം വേണം. എല്ലാ കാര്യങ്ങൾക്കും ഞാനൊപ്പം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞു. ശരിയാണ്. വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ എല്ലാവരും കൂടെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ നോക്കാം കേട്ടോ. പ്രിയപ്പെട്ടവരെ, സുമനസ്സുകളായ നിങ്ങളുടെ എല്ലാവരുടെയും ചെറിയൊരു സഹായം ഈ ഒരു കുടുംബത്തിന് നൽകണമേ എന്ന് അപേക്ഷിക്കുകയാണ്. നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള ചെറിയ ഒരു സംഭാവനകൾ ഇതിൽ കാണുന്ന GPay നമ്പറിലോ അക്കൗണ്ട് നമ്പറിലോ അയച്ച് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്.